കുറുന്തോട്ടിക്കും ബാദമോ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളെ തിപ്പല്ലിയൊക്കെ പുഴുക്കേട് വന്ന് ആകെ കേട് വന്നിട്ടുണ്ട്. ഔഷധ ചെടിക്കാണ് ഇങ്ങനെയൊക്കെ എരിവുള്ള ഈ ഔഷധ ചെടിക്കാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഈ സമയത്തേ ഉള്ളൂ കേട്ടോ, ആദ്യമായിട്ടും നമ്മൾ കാണുകയാണ്. അപ്പോൾ തിപ്പല്ലി പറിക്കാനായിട്ട് ഇപ്പം ഒന്ന് പോയതാണ്, അപ്പോഴാണത് കണ്ടത്. തിപ്പല്ലി നല്ലൊരു ഔഷധ ചെടിയാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് 300-350 രൂപയ്ക്ക് നിലവാരമുള്ളൊരു തിപ്പല്ലിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്ന് കുറച്ച് പറിക്കാനായിട്ട് ഒരുങ്ങിയതാണ്. മഴയായിരുന്നു, അപ്പോൾ മഴ മാറിയപ്പോൾ ഒന്ന് കുറച്ച് പറിച്ചെടുത്ത് ഉണക്കാൻ വേണ്ടിയാണ് ഇപ്പം ഒന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പുതിയതായിട്ടുള്ള ഇപ്പോഴത്തെ തലമുറക്കും അറിയില്ല, അതിൻ്റെ മുമ്പുള്ള തലമുറക്കും പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. തിപ്പല്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള തലമുറക്കൊക്കെയാണ് ഈ തിപ്പല്ലി എന്താണ്, കഷായത്തിലിടുന്നതാണോ ഔഷധമാണോ എന്നൊക്കെ അറിയാം. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ഇത് പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്കും കൂടിയാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇത് കുരുമുളകിനെ പോലെ തന്നെ കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് തിപ്പല്ലി. നമ്മൾ മരുന്നിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒട്ടുമിക്ക മരുന്നിലും ചേർത്ത് വരുന്നതാണ് തിപ്പല്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു 300-350 രൂപ മാർക്കറ്റ് വിലകളൊക്കെ ഉണ്ട്. വൈദ്യശാലയിലാണ് ഇത് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ഇതിനെ കൃഷിയായിട്ട് വളർത്താൻ കുരുമുളകിനെ പോലെ പ്രയാസമൊന്നുമില്ല, വളരെ ഈസിയാണ്. നമ്മൾ മതിലൊക്കെ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി, നനച്ചു കൊടുത്താൽ മാത്രം മതി, മറ്റു വളപ്രയോഗമൊന്നും ചെയ്യേണ്ട. അപ്പോൾ നല്ല തിപ്പല്ലിയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. എന്നാൽ കേട് വന്നതാണ് മറ്റ് പഴുത്ത് കണ്ട് കാണിക്കുന്നത്, പുഴുക്കേട് വന്നിട്ടുള്ളത്. നല്ല തിപ്പല്ലി ഇതേപോലെ നല്ല ഭംഗിയോടെ കിട്ടും. അപ്പോൾ അതായിട്ടില്ല. ഇപ്പോൾ കിട്ടുന്നതൊക്കെ ഇതേപോലുള്ളതാണ്, മുരണ്ട തിപ്പല്ലിയാണ്. അപ്പോൾ കുറുന്തോട്ടിക്കും ബാദമോ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെയൊക്കെ കീടങ്ങളുടെ അധിനിവേശം. അത്രക്ക് കീടങ്ങളാണ് ഇന്ന് നമ്മുടെ കൃഷിയിലൊക്കെ വരുന്നത്. ഒരു കൃഷിക്കും കീടനാശിനി ഇല്ലാതെ വളരാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല തിപ്പല്ലിയാണ് നമ്മൾ ഈ കാണുന്നത് മുരണ്ടുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കഠിനമായ എരിവുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെയാണ് കീടങ്ങളൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കീടങ്ങൾ എത്ര കണ്ട് ആക്രമിക്കും. അപ്പോൾ ഇതിപ്പോൾ പഴയ പോലെയല്ല, മാർക്കറ്റൊക്കെ ഉണ്ട്, ചില വൈദ്യശാലകളിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസമില്ലാത്ത കൃഷിയായതുകൊണ്ട് പലരും ഇതിൻ്റെ തൈകളൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. കാരണം പ്രയാസമില്ല എന്ന് പറയാൻ കാരണം ഒരു മതിലൊക്കെ പടർത്തി കൊടുത്താൽ മതി. നമ്മളെ വീട്ടിൽ ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അതിലൊന്ന് നട്ടു കൊടുത്താൽ മതി, ഒരു വളപ്രയോഗമൊന്നും വേണ്ട, ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ അതിൽ നിന്നും കമ്പെടുത്ത് 6 മാസം മുന്നേ നമ്മൾ നട്ടതാണ്. നന്നായി വളർന്ന് നല്ല രീതിയിൽ തിപ്പല്ലി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും എളുപ്പമാണ് ഈ കൃഷി. പിന്നെ അത് പ്രയാസമുള്ളത് അത് നുള്ളിയെടുക്കുക, ഉണക്കുക എന്നതാണ്. അത് മാത്രമേ ഉള്ളൂ പ്രയാസം, മറ്റുള്ളതൊന്നും ഒരു പ്രയാസമില്ല. അപ്പോൾ എല്ലാവരും തിപ്പല്ലിയൊക്കെ എന്താണ് എങ്ങനെയെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.